രാവിലെ മുതലൊക്കെ പണിയൊക്കെ ചെയ്ത് പണിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഒന്ന് മനസ്സിലൊരു ഉല്ലാസമൊക്കെ വന്ന് മനസ്സിനൊരു ഈ ജോലി ഭാരമൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഏതെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി ഇരിക്കുക, ഒരു ചെറിയൊരു ചായക്കടയൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക, ഒരു കട്ടനൊക്കെ കുടിച്ച് കുറച്ച് വീട്ടിലെ നാട്ടിലെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി ഒന്ന് റിലാക്സ്ഡ് ആവില്ല. കുറച്ച് മനുഷ്യന്മാരെ കണ്ട് മനുഷ്യരോട് സംസാരിച്ച് വരുമ്പോൾ തന്നെ നമ്മളങ്ങ് ഓക്കെ ആവും. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലെ ആളുകളൊക്കെ അവർ ഈ വൈകുന്നേരങ്ങളിൽ തിരഞ്ഞു പിടിച്ചെത്താറുള്ള ഒരു സ്ഥലമാണ് തിരുവല്ലയിലെ വേളൂർ മുണ്ടകം എന്ന് പറയുന്ന സ്ഥലം. വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് എത്തിയാൽ നല്ല പച്ച വിരിച്ച പാടങ്ങളും അസ്തമയ സൂര്യനെ ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ആളുകളൊക്കെ കൂടുതലായി എത്തി തുടങ്ങിയതോടുകൂടി തന്നെ പഞ്ചായത്തിന്റെ സഹായത്തോടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ട് കൂടി ആവുകയാണ് ഇവിടം. അപ്പോൾ നമുക്ക് കാണാം വേളൂർ മുണ്ടകത്തെ ഈ വിശേഷങ്ങൾ. അത്രയൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത എന്നാൽ പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞ സ്ഥലം തന്നെയായിരുന്നു വേളൂർ മുണ്ടകം പാടപ്രദേശം. നീണ്ടു നിവർന്നു കിടക്കുന്ന പാടങ്ങളും തണൽ മരങ്ങളും സായാഹ്ന സൂര്യനുമെല്ലാം മുൻപുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് സ്ഥലം വൈറലായത്. ആളുകൾ അന്വേഷിച്ചറിഞ്ഞ് ഇപ്പോൾ ഇവിടേക്കെത്തുന്നു. പ്രായഭേദമന്യേ എല്ലാവരും എത്താറുണ്ട് ഇവിടെ. സായാഹ്നങ്ങൾ ചിലവഴിക്കാനും വ്യായാമം ചെയ്യാനും സൗഹൃദം പങ്കിടാനുമെല്ലാം. എങ്ങനെയുണ്ട് ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ലതാണോ? വൈകിട്ടൊക്കെ വരും? എല്ലാ ദിവസവും വൈകിട്ട് വരുമോ? എല്ലാ ദിവസവും വരത്തില്ല, ഇടയ്ക്കൊക്കെ. ആദ്യമായിട്ടാ പാർക്ക് ഇവിടെ പണിച്ചപ്പോ വരുന്നത്. വന്നിട്ട് എങ്ങനെയുണ്ട്? എന്തോ തോന്നുന്നു? അടിപൊളിയാ. ഞങ്ങളുടെ 3 പേരിനകത്ത് അതിനകത്ത് മാത്രം കേറിയില്ലാരും. എനിക്ക് മാത്രം ഈസി ആയിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പ്രദേശത്തെ കുട്ടിപ്പട്ടാളങ്ങളും വീട്ടിലെ മുതിർന്നവരും നേരെ ഇവിടേക്കെത്തും. തുടർന്ന് മടി ഏതും കൂടാതെ വ്യായാമം. വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരിക്കാനുള്ള നല്ലൊരു ആംബിയൻസ് ഒക്കെ തോന്നുന്നുണ്ട്. നല്ല എല്ലാം കൂടെ നല്ലൊരു ഇതാണ്. പഞ്ചായത്ത് നല്ലൊരു പ്രവർത്തനം തന്നെ. പഞ്ചായത്തിന്റെ ശ്രദ്ധ കൂടി വന്നതോടെ ടൂറിസ്റ്റ് കേന്ദ്രമാവുകയാണ് ഇവിടം. കുട്ടികൾക്കായുള്ള കളി ഉപകരണങ്ങൾ, ജിംനേഷ്യം, ഇരുവശങ്ങളിലുമായി ഇരിപ്പിടങ്ങൾ, നാടൻ ഭക്ഷണശാലകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ബോട്ട് സർവീസും സെൽഫി പോയിന്റും വൈദ്യുതി അലങ്കാര വിളക്കുകളുമായി വിപുലീകരിക്കാനാണ് പെരിങ്ങര പഞ്ചായത്തിന്റെ തീരുമാനം. അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും ധാരാളം ആളുകൾ എത്താറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പദ്ധതി 2024-25 പദ്ധതി ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ട കളി ഉപകരണങ്ങൾ, അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഒരു ആഴ്ചയോടെ കഴിയുമ്പോഴത്തേന് ബോട്ടിംഗ് സംവിധാനം ഇവിടെ നിലവിൽ വരും. അങ്ങനെ വിവിധ ഭക്ഷണശാലകൾ, അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ ധാരാളം ഭക്ഷണശാലകൾ ഇപ്പം തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ രീതിയിലുള്ള പദ്ധതികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്, മറ്റ് വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയാണ് പഞ്ചായത്ത് ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വരുന്ന നാളുകളിൽ ഇതിനു വേണ്ടി നല്ല രീതിയിലുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് തൊഴിലവസരം ലഭ്യമാകുന്നുണ്ട്. അതോടെ ബോട്ടിങ്ങിന് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചുള്ള ബോട്ടിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വരികയാണ്. മൊബൈൽ ഫോണുകളിൽ നിന്നും കണ്ണെടുത്ത് ധൈര്യമായി ഇവിടേക്കെത്താം. വേളൂർ മുണ്ടകത്തെ സായാഹ്ന സന്ധ്യകൾ ഗംഭീരമാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.